ഹൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ 4 മീറ്റർ ക്ലോത്ത് ആണുള്ളത്. ഈ 4 മീറ്റർ ക്ലോത്ത് ഞാനൊരു കോഡ് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. സാധാ പാന്റ് നമുക്ക് 2 മീറ്റർ മതിയല്ലോ. 2 മീറ്ററും ഉടുപ്പിന് 1.5-2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു കോഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് പട്ടിയാലയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനത് പട്ടിയാലയുടെ കോഡ് സെറ്റ് ചെയ്യാം. പട്ടിയാലയുടെ കോഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞത് 3 മീറ്റർ ക്ലോത്ത് വേണം പട്ടിയാല പാന്റിന്. അതുപോലെ തന്നെ 4 മീറ്റർ 5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പൊ 3 മീറ്റർ ക്ലോത്തില് പാന്റും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്, അതുപോലെ അതിന്റെ ബാലൻസ് 1 മീറ്റർ ക്ലോത്തേ ഉള്ളൂ. ആ 1 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഈ ഉടുപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഉടുപ്പിന്റെ വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഉടുപ്പിന്റെ വീഡിയോ ഇന്ന് ചെയ്യാനായിട്ട് ഒരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ. ചെസ്റ്റ് പോർഷൻ പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് അതും കൂടെ തീർത്ത് പോയി ഈ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. വലിയ വലിയ ടൈലേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്നത്, നമ്മളിപ്പോൾ വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമ്പോഴൊക്കെ കിട്ടുന്ന എല്ലാ അറിവുകളും കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ഐഡിയ വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഐഡിയ കൂടെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതാണ് എന്റെ വിശ്വാസം. ആ രീതിക്കാണ് ഞാൻ സ്റ്റിച്ചിങ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതുപോലെ ഈ ജോലിയുടെ ഭാഗമായിട്ട് പല നാടുകളിലായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ വരും. ആ സമയത്ത് ഫാമിലിയോടെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് കാരണം ഇതുപോലെ അടുത്ത ക്വാർട്ടേഴ്സിലൊക്കെ ഉള്ള ദീദിമാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവരുടെ രീതികളും അവരുടെ ടിപ്സുകളൊക്കെ അവർ നമുക്ക് ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഈ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പല നാട്ടുകാർ അടുത്തുള്ള കാരണം അവരുടെ പല നാട്ടിലുള്ള രീതികൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് പ്രത്യേകം ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. അത് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കും. സക്സസ് ആയാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചുരിദാർ കിട്ടണ്ടേ. ഇപ്പൊ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഉടുപ്പിന്റെ വണ്ണം ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. 10 ഇഞ്ചാണ് എനിക്ക് ആം ഹോൾ ടു ആം ഹോൾ വേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തുകൊണ്ട് 11 ഇഞ്ച്. ഈ 1 മീറ്ററിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൽ സൈസുകാർക്ക് വരെ ചെയ്തെടുക്കാം. ഡബിൾ എക്സൽ ചെയ്യാൻ പറ്റത്തില്ലേ 1 മീറ്ററിൽ ഇതുപോലെ ചെയ്യുമ്പോൾ. അതുപോലെ 85 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഞാനിപ്പോ 1 മീറ്റർ എടുത്തിട്ടില്ല. ഈ 85 സെന്റിമീറ്ററിൽ തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 4 മീറ്റർ ക്ലോത്ത് ആണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ എന്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് നെക്കിന്റെ ലെങ്തും വൈഡും മാർക്ക് ചെയ്യണം. അപ്പൊ വൈഡ് ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ. ലെങ്ത് 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് കൊടുക്കുന്നത് ഞാൻ പിന്നെ അത് കാണിച്ചു തരാം. കാരണം ഒന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്യണം. സിമ്പിൾ ആയിട്ടാണ് നമ്മളിപ്പോ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി അടിക്കാനായിട്ട് വേറെ ക്ലോത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തുകൊണ്ടാണ് നെക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ക്ലോത്ത് ഒക്കെ കുറവുള്ള സമയത്ത് നമുക്ക് മടക്കി അടിക്കാൻ ക്ലോത്ത് ഇല്ലാതെ വരുമ്പോൾ നെക്കൊക്കെ ചെയ്തെടുക്കണ്ടേ. അതിനുള്ള ഐഡിയ കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ടേ. ഷോൾഡർ സ്ലോപ്പ് കൂടെ മാർക്ക് ചെയ്തപ്പോഴാണ് വീഡിയോ കട്ടാണെന്ന് അറിഞ്ഞത്. ഞാനത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നെക്കിന്റെ വൈഡ് ഞാനിവിടെ 3.5 ഇഞ്ച് കൊടുത്തു. അത് പോയിട്ട് ഷോൾഡർ ഭാഗം ഞാൻ 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത്. ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണം. ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് 7 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ കൊടുക്കുന്നത്. ഇതൊന്ന് ചേർത്ത് വരച്ചു കൊടുത്ത ശേഷം ആം ഹോൾ ടു ആം ഹോൾ ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് തയ്യൽത്തുമ്പിന് ഇവിടെ 1 ഇഞ്ച് ഉണ്ട്. ചെറിയ ഉടുപ്പായ കാരണം 1 ഇഞ്ച് നമുക്ക് ധാരാളം മതിയാവും. അതിനുശേഷം ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ ഹാഫ് കണ്ടുപിടിക്കണം. 3.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 3.5 ഇഞ്ചും ഈ 10 ഇഞ്ചും തമ്മിലൊന്ന് വളച്ച് വരച്ചു കൊടുക്കണം. ഞാനിപ്പോ 1 ഇഞ്ച് മാറ്റി ഇതുപോലൊന്ന് വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ടു ആം ഹോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴ്ത്തി ബെസ്റ്റ് ഏരിയ കണ്ടുപിടിക്കണം. ബെസ്റ്റ് ഏരിയ ഞാനിവിടെ ഒരു 10.25 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് യോക്ക് ഏരിയയിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴ്ത്തി ഞാനൊരു 9 ഇഞ്ച് കൊടുക്കുവാണേ. ഡെയിലി വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടൈറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ 9 ഇഞ്ച് കൊടുത്തത്. ഇനി മേളിൽ നിന്ന് 20 ഇഞ്ച് താഴ്ത്തി നമ്മുടെ സ്ലിറ്റ് ഏരിയ ഉണ്ടല്ലോ ആ ഭാഗത്ത് ഒരു 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം.
സ്ലിറ്റ് ഏരിയ വരെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് ഏരിയ ഞാൻ 10.4 കൊടുത്തെന്ന്. എനിക്ക് 10.4 കൊടുത്തു കഴിഞ്ഞാൽ 40 എന്നുള്ളത് 41 ഇഞ്ചാവും. എനിക്ക് 41 ഇഞ്ച് ഇവിടെ വേണ്ട, 40.5 ഇഞ്ച് മതി ഈ ബെസ്റ്റ് ഏരിയയുടെ ഭാഗം. ആം ഹോൾ ടു ആം ഹോള് 40, ബെസ്റ്റ് ഏരിയയുടെ ഭാഗം 40.5 അതിനാണ് ഞാനിവിടെ 10.4 കൊടുത്ത് ഇതുപോലൊന്ന് വളച്ചു വരച്ചു കൊടുത്തതേ. ഇതുപോലൊരു പൊടിക്ക് വളച്ചു വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വൃത്തിയേട് വരത്തില്ല. അതുപോലെ ആം ഹോളിന്റെ ഈ ഭാഗത്ത് ടക്ക് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചുരിദാറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന സമയത്ത് ടക്ക് കൊടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ലിങ്കും ഞാൻ ആ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ആം ഹോളും നെക്കും ഷോൾഡർ സ്ലോപ്പും സൈഡ് 1 ഇഞ്ച് മാറ്റി അതും കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ്ലെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്ലീവ്ലെസ് അല്ല, സ്ലീവിന് പകരം ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുക്കുവാണേ. അതിനുവേണ്ടി പാൻറ്റിൽ നമ്മൾ 85 സെൻറ്റിമീറ്റർ ആണല്ലോ ടോപ്പിന് എടുത്തത്. അതിൻ്റെ ബാലൻസ് ക്ലോത്ത് ഉണ്ട്, അതിലൊന്ന് 4 ഇഞ്ച് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 4-5 വീതിയിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഒന്നുകൂടെ ഹാഫ് ആക്കുന്നുണ്ട്, കാരണം ഓരോ സ്ലീവിൽ 2 ഇഞ്ച് വെച്ചാണ് ഞാൻ ഈ ഡിസൈൻ കൊടുക്കുന്നത്. ഇതിനെ കട്ട് ചെയ്ത് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. ഓരോ പീസും കണ്ടോ ഇതുപോലെ നല്ല ലെങ്ത്തിൽ നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കിട്ടും. ഇതിന് നമുക്ക് നല്ല വശം പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഹാഫാക്കി ഫോൾഡ് ചെയ്ത് കുഞ്ഞ് പ്ലേറ്റ്സ് പിടിക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് പിടിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ സ്ലീവ് ചെയ്യാൻ പോകുന്നത്. ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ പുറത്ത് ബാക്ക് പാർട്ട് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. 2 സൈഡും ഷോൾഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 സൈഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ നെക്ക് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം, ഫ്രണ്ട് പാർട്ടിന് ആം ഹോളിൻ്റെ ഭാഗം ഞാനൊരു 1/2 ഇഞ്ച് ഒന്നുകൂടെ കുഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതുപോലെ ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇരിക്കുമല്ലോ, അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഒന്നുകൂടെ വൃത്തി വരണമെങ്കിലും ബാക്ക് ഒന്ന് ടക്കിട്ട് കൊടുക്കാം. അതുപോലെ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ടക്ക് വേണമെങ്കിൽ ടക്കിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വളച്ച് മാർക്ക് ചെയ്തതുപോലെ അതുപോലെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ടക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇതിനപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത തവണ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കട്ടിയുള്ള ക്ലോത്തോ അതുപോലെ തന്നെ ഫുൾ വർക്ക്, സീക്വൻസ് വർക്ക്, ബീഡ് വർക്ക് ഒക്കെ വരുന്ന ക്ലോത്തിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്നല്ലോ നമുക്ക് ടക്ക് ഇടാനപ്പോൾ ബുദ്ധിമുട്ട് തോന്നുമല്ലോ, ഒത്തിരി കട്ടിയായി പോവും. അതുപോലെ തന്നെ ബീഡിന്റെ പുറത്തൊക്കെ നമുക്ക് ടക്ക് ഇടാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഈ ബെസ്റ്റ് ഏരിയ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ടക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരളവ് 4 ഇഞ്ച് പിടിച്ചല്ലേ നമ്മൾ ടക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഈ ബെസ്റ്റ് ഏരിയയിൽ ചെറിയൊരു അളവ് വേണം കൊടുക്കാൻ. ഒത്തിരി അങ്ങ് വീതി കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടെ വൃത്തികേടായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവിന് കട്ട് ചെയ്ത ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് മടക്കി അടിച്ചെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ പ്ലീറ്റ്സ് ഒന്ന് ഇതുപോലെ പിടിച്ചു കൊടുത്ത് ഫുള്ള് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് സ്ലീവിന് സെറ്റ് ചെയ്യാം. 2 സ്ലീവിൻ്റെ പീസും ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആം ഹോളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആം ഹോളിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് അകത്തോട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി ഒന്ന് ഫുൾ ആം ഹോളും ഈ എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് ഇരിക്കും, നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ലീവ്ലെസ് പോലെ തോന്നിക്കും, പക്ഷെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ സ്ലീവുള്ള ഫീലും തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് ഷോൾഡർ കൊടുത്തത്. അത് അപ്പോഴും പറയാൻ വിട്ടുപോയതാണ്. 8 ഇഞ്ച് ഷോൾഡർ ഞാൻ അതുകൊണ്ടാണ് കൊടുത്തത്, കാരണം ഒന്ന് ഷോൾഡർ ഭാഗം അല്പം ഇറങ്ങി കിട്ടുമ്പോൾ ചെറിയൊരു സ്ലീവ് പോലെ വരുമല്ലോ ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. 8 ഇഞ്ച് ഷോൾഡർ വേണമെന്നുള്ള ഡൗട്ട്സ് വരാതിരിക്കാനാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. ഇനി നമുക്ക് ഈ സ്ലീവിന് വേണ്ടി ഈ സ്റ്റിച്ച് ചെയ്ത പീസ് കറക്റ്റ് ഹാഫാക്കി ഈ ഷോൾഡർ ഏരിയയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഷോൾഡർ തൊട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരാം. അടിയിലോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്ത ശേഷം പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമല്ലേ.
നല്ല വശത്താണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് ബോഡി മാർക്ക് ചെയ്ത് വെച്ചല്ലോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ ആം ഹോൾ ടു ആം ഹോൾ 10 ഇഞ്ച് കൊടുത്ത ആ ഏരിയയിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ ഈ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ബസ്റ്റ് ഏരിയ 10.25 കൊടുത്തതിൻ്റെ പുറത്തൂടെ വേസ്റ്റ് ഏരിയ വഴി നമുക്ക് സ്ലിറ്റ് കൊടുത്തതുവരെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വേസ്റ്റ് ഏരിയ നമ്മൾ ബസ്റ്റ് ഏരിയ കൂടുതൽ കൊടുക്കുമ്പോൾ വേസ്റ്റ് ഏരിയ ഒത്തിരി ടൈറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ലെങ്ത് ഭാഗം ഇനി ഞാൻ ഓരോ ഇഞ്ച് പിടിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുവാണേ. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഫോൾഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 1 ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം സ്ലിറ്റ് ഏരിയ അര ഇഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് സ്ലിറ്റ് ഏരിയ കൂടെ കവർ ചെയ്തെടുക്കണം. നമുക്ക് സ്ലിറ്റ് ഏരിയയ്ക്ക് ഇവിടെ 1 ഇഞ്ചാണല്ലോ മാറ്റി വിട്ടത്. ഈ സ്ലിറ്റിൻ്റെ ഈ സൈഡ് എത്തുമ്പോൾ ഇതുപോലൊന്ന് ഫുട്ട് ഉയർത്തി ഈ സൈഡിലോട്ടൊന്ന് തിരിച്ച് ഈ സൈഡിലും ഇതുപോലെ അര ഇഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇനി നമുക്കൊന്നുകൂടെ ഫുട്ട് ഉയർത്തി തിരിച്ചെടുക്കണം. താഴോട്ട് ഈ സൈഡും കൂടെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സൈഡ് ഇതുപോലെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. പിന്നെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി. ഈ ഏരിയ കണ്ടില്ലേ, ഒരു പൊടിക്ക് നമുക്ക് ഷേപ്പ് മാറി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വലിയ ചുളുക്കൊന്നും വരത്തില്ല. അതുപോലെ ആം ഹോൾ ടു ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലൂസാക്കി സ്റ്റിച്ച് ചെയ്യാതിരുന്നാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനത് ഇട്ട് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. നെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ചുരുട്ടണം. ഇതുപോലെ 2 മടക്കൊന്ന് കൊടുക്കണം. ആം ഹോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്താൽ മതി. ഫുൾ റൗണ്ട് സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഞാനിതിലൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഒന്ന് അയൺ കൂടെ ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ നെക്ക് കിട്ടും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് മടക്കി അടിക്കാൻ ക്ലോത്ത് കിട്ടാതെ വരുമ്പോൾ നെക്ക് ഒന്നുകൂടെ ഭംഗിയാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ക്ലോത്തിൻ്റെ തന്നെ കളറിൽ ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡും ഒരു നീഡിൽ കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബീഡ്, പേൾ ബീഡ് ഗോൾഡിൻ്റെയാണ് കൊടുക്കുന്നത്. ഈ പേൾ ബീഡാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഈ നെക്കിൻ്റെ അകവശത്തൂടെ ത്രെഡൊന്ന് വലിച്ചെടുത്ത് ഞാനിപ്പോൾ ഒരു പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പേൾ ബീഡിൻ്റെ തൊട്ട് താഴെ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി നീഡിൽ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. പേൾ ബീഡ് ഇതുപോലെ നീഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലാക്കി വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് ത്രെഡ് വലിച്ചെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ നീഡിൽ ഇതുപോലെ ഒന്നാക്കി കണ്ടില്ലേ, ആ ത്രെഡിനകത്തൂടെ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. ഇതുപോലെ 3 പ്രാവശ്യം നമുക്ക് ത്രെഡ് എടുക്കണം കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ആ ത്രെഡിനകത്തൂടെ തന്നെ ഒരു കെട്ട് കൂടെ കൊടുക്കണം. അതും ത്രെഡൊന്ന് വലിച്ചെടുത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഒരു കെട്ട് കൂടെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഡിസൈൻ ഇവിടെ കിട്ടും. കണ്ടോ, ഇതുപോലൊന്ന് കൊടുത്ത് വലിച്ചെടുത്താൽ മതി. ഈ ഒരു ഡിസൈൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പേൾ ബീഡ് ഇട്ട് കൊടുക്കണം. പേൾ ബീഡ് ഇട്ട് ഈ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ ഇതുപോലെ വെച്ച ശേഷമാണ് ഇതുപോലെ ഒന്ന് നീഡിൽ കുത്തി പേൾ ബീഡ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കണം. ത്രെഡ് ബാക്കിലൂടെ ഇട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കൊടുത്താൽ മതി. കണ്ടിന്യൂ ഇതുപോലെ തന്നെ നമുക്ക് 3 പ്രാവശ്യം വെച്ച് കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും കേട്ടോ. 1 മീറ്റർ ക്ലോത്തിൽ നമ്മുടെ ഷോർട്ട് ടോപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കത് കോഡ് സെറ്റ് ആയതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് ഞാൻ പാൻറ്റും ഈ ടോപ്പുമായിട്ട് ഒന്നിച്ചിട്ട് കാണിക്കും കേട്ടോ. കോഡ് സെറ്റ് ആകുമ്പോൾ ഒന്നിച്ചിട്ട് കാണുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ ഇട്ടും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പട്ടിയാല പെയിൻറ് പോയി കാണുന്നവരെയും ടാറ്റാ.